യെസ്, എന്തായാലും ഇപ്പോൾ പ്രതിഷേധങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് പ്രവർത്തകരെയും ഒപ്പം തന്നെ നേതാക്കളെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ ഉണ്ടായിരിക്കുന്നത്. അത് വരാനിരിക്കുന്ന പ്രതിഷേധങ്ങളുടെ സൂചന മാത്രമാണ് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ നൽകുന്നത്. യോജിച്ചുള്ള പ്രവർത്തനം, പ്രചാരണം, പ്രക്ഷോഭമൊക്കെ വരും ദിവസങ്ങളിൽ ശക്തമാകും. രാജ്യമെമ്പാടും വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ, വെറും ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് തെളിവ് സഹിതമുള്ള വസ്തുതകൾ കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഈ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങാൻ തീരുമാനിക്കുന്നത്. രാഹുൽ ഗാന്ധി അടക്കം ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായൊരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നില്ല. അതിനു പകരമായിട്ട് രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകണമെന്നുള്ള ആവശ്യമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നിലപാടിനെതിരെ കൂടിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഒപ്പം തന്നെ കൂട്ടായ നേതൃത്വത്തിലുള്ള ഒരു മാർച്ച് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയത്. സജു തുടരുന്നുണ്ട്. സജു, നിലവിൽ എന്താണ് അവസ്ഥ? ജിൽസി, ഇപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, അതോടൊപ്പം തന്നെ മറ്റ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെ അടക്കം അടക്കമുള്ള ഇപ്പോൾ തന്നെ ലഭ്യമാകും. എന്തായാലും ഇപ്പോൾ മുതിർന്ന നേതാക്കളെ അടക്കമുള്ളവർ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. വലിയ പ്രതിഷേധമാണ് അല്പസമയം, ഏകദേശം 1 മണിക്കൂർ നേരം ഈ ഗതാഗത ഭവന് മുമ്പിൽ അലയടിച്ചത്. 300-ലധികം വരുന്ന ലോക്സഭയിലെയും രാജ്യസഭയിലെയും എംപിമാർ വലിയ ശക്തമായ പ്രതിഷേധമായിരുന്നു. റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് വലിയ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിച്ചെങ്കിൽ പോലും അവരൊക്കെയും അറസ്റ്റ് നീക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇവിടെ ഡൽഹി പോലീസ് അർദ്ധസൈനിക വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ ഇവിടെ എംപിമാരെ മുൻകൂട്ടി തന്നെ വാഹനങ്ങൾ ക്രമീകരിച്ച് 4 ബസ്സിലധികം ഇവിടെ ക്രമീകരിച്ചിരുന്നു. ഈ ബസ്സുകളിലാണ് എംപിമാരെ സ്ത്രീകളടക്കമുള്ളവരെ വലിച്ചെടുത്ത് ഈ ബസ്സിനുള്ളിലേക്ക് കയറ്റി അവരെ ഇവിടെ അറസ്റ്റ് നീക്കിയിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇവരെ വിടില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം കമ്മീഷൻ അല്ലെങ്കിൽ ഡൽഹി പോലീസും കേന്ദ്ര സർക്കാരും മുൻകൂട്ടി എടുത്തിരുന്നത് തന്നെ മനസ്സിലാക്കാൻ. അതിന്റെ പശ്ചാത്തലത്തിലാണ് വലിയ പ്രതിഷേധങ്ങളൊക്കെയും അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ ഇവരിൽ നിന്നും ഇവരെയൊക്കെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. യെസ്, എന്തായാലും എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് മാറ്റിക്കൊണ്ട് പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു, താൽക്കാലികമായെങ്കിലും പോലീസിന് എന്നുള്ളത് തന്നെയാണ്. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവും പ്രചാരണവും ഒക്കെ ഉണ്ടാകും എന്നുള്ളതിന്റെ സൂചനകൾ കൂടിയാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ നൽകുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അറസ്റ്റ് വരിച്ച് മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കളൊക്കെ ഈ മാർച്ചിൽ അണിനിരന്നു എന്നുള്ളത് കൂടെ ശ്രദ്ധേയമാണ്. കേരളത്തിൽ നിന്നുള്ള എംപിമാരൊക്കെ വളരെ സജീവമായി തന്നെ ഈ മാർച്ചിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായതാണ്. തൗഫീഖ് അസ്ലം കൂടിയുണ്ട്. തൗഫീഖ്, എംപിമാരെ എല്ലാവരെയും ഒരു പോലീസ് വാഹനത്തിൽ നേരത്തെ കൊണ്ടുപോയിരുന്നു. അവരെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? അറസ്റ്റ് അടക്കമുള്ള നടപടികൾ, പിന്നീടുള്ള മറ്റ് നിയമ നടപടികൾ ഉണ്ടാകുമോ, അതോ പാർലമെന്റിൽ മുന്നിൽ ഇവരെ ഇറക്കുമോ? എന്താണ് ലഭിക്കുന്ന വിവരം?